പോലീസുകാരനെങ്കിലും യൂണിഫോമിൽ മീശ വിരിക്കുന്ന ആളെയല്ല സാബു നാരായണൻ. കൊച്ചിൻ ഹനീഫയായി മാറാൻ ചിലപ്പോഴെങ്കിലും അതൊരല്പം കടുപ്പിക്കേണ്ടി വരുമെന്ന് മാത്രം. ഒരു കോഴിമുട്ടയ്ക്ക് എന്താ വില? കൃഷ്ണന്റെ മുട്ട കഴിക്കില്ല, നോൺ വെജിറ്റേറിയൻ. 1.25 രൂപ വരും. എത്ര? 1.25. അത് മിനിഞ്ഞാന്ന്. ഇന്നലെ 1.37. അതുപോലത്തെ 152 മുട്ടയാണ് ഇവന്മാര് എറിഞ്ഞു കളിച്ചത്. അങ്ങനെ കണക്ക് പറയരുത് സാറേ. ഒരു ഭൂമി ഉൽക്കം വന്ന് എല്ലാം പോയില്ലേ സാറേ? ഇന്നലെ പിന്നെ എന്താ നടന്നത് അവിടെ? വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോടാ? സാറിനെ ഞങ്ങള് ബാക്കി വെച്ചില്ലേ? രക്ഷപ്പെടുത്തിയ പകൽ 5 ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ? ആരോട് മേടിക്കും? അവന്റെ ഡാഡിയുടെ കയ്യിൽ നിന്ന്. തന്നില്ലെങ്കിലോ? കടപ്പുറ ഇളകും, കുത്തിപ്പിടിച്ച് വാങ്ങും. ഡാഡി നിനക്കറിയാമോ? അത് മമ്മിക്ക് അറിയാലോ. മമ്മി നിനക്കറിയാലേ? അത് ഇവനറിയാലോ. ഇവനാരടാ? അത് അവർക്കറിയാലോ. ആർക്ക്? ഡാഡിക്കും മമ്മിക്കും. ഡാഡി മമ്മി ആരടാ? പോലീസുകാരനെങ്കിലും യൂണിഫോമിൽ മീശ വിരിക്കുന്ന ആളെയല്ല സാബു നാരായണൻ. കൊച്ചിൻ ഹനീഫയായി മാറാൻ ചിലപ്പോഴെങ്കിലും അതൊരല്പം കടുപ്പിക്കേണ്ടി വരുമെന്ന് മാത്രം. അങ്ങനെ പിരിച്ചുവെച്ചപ്പോഴെല്ലാം സോഷ്യൽ മീഡിയ അറിഞ്ഞു കൈയടിച്ചു. മണിക്കൂറുകൾ കൊണ്ട് അത്തരം റീൽസുകളിൽ ചിലത് 20 ലക്ഷം കടന്നു. അങ്ങനെ സാബു നാരായണൻ കൊച്ചിൻ ഹനീഫയായി. ഗൾഫിൽ നിന്നായാലും നമ്മുടെ നാട്ടിൽ നിന്നായാലും നമ്മുടെ എപ്പോഴും കോളുകൾ വന്നിട്ടിരിക്കുന്നുണ്ട്. കൊച്ചിങ്ങനെ വെയിറ്റിംഗ് എന്നും പറഞ്ഞ്. അവൻ പിന്നെ വരുമ്പോൾ ഡ്യൂട്ടി ഇടയ്ക്ക് നിൽക്കുന്ന സമയത്ത് കിട്ടില്ലല്ലോ. ഡ്യൂട്ടിയല്ലേ ഫസ്റ്റ്. ഡ്യൂട്ടി ഇല്ലാതെ നമുക്കൊരു കാര്യമില്ല. കലയെ ജീവനോപാധിയായി കൊണ്ടു നടക്കവെയാണ് പോലീസിൽ ചേരാനുള്ള പേപ്പർ കിട്ടിയത്. എന്നിട്ടും വന്ന വഴി മറന്നില്ല. സിനിമാ അഭിനയവും കോമഡി സ്കിറ്റുകളും റീൽസുകളുമായി ജീവിതം കളറാണ്. അത്യാവശ്യം പ്രോഗ്രാംസുകൾ ചെയ്യാൻ പോകുന്ന ആയാലും അങ്ങനെ ഒരു സപ്പോർട്ടുണ്ട് DYSPയുടെ ഭാഗത്തു നിന്നായാലും ഞങ്ങളുടെ SHO അജീഷ് സോമർ സാറിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവരും നല്ല സപ്പോർട്ടാണ് പോലീസിൽ എല്ലാവരും. പത്തനംതിട്ട ട്രാഫിക് പോലീസ് അംഗമായ സാബു ഇതിനകം 11 സിനിമകളിൽ അഭിനയിച്ചു. റീൽസുകളിൽ ഒപ്പമെത്തുന്നത് പന്തളം മുടിയൂർ കോണത്തെ കുടുംബാംഗങ്ങളോ അയൽപ്പക്കക്കാരോ ഒക്കെയാണ്.